സന്തോഷ് ജോർജ് കുളകര എന്ന ബ്രാൻഡ് വളരെ ഇൻസ്പിറേഷണലായും അപ്രീഷിയേറ്റീവുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ആസ് എ ഫിലിം എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ഫോളോവർ ഓഫ് മലയാളം ടിൻസൽ ടവൾ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും വലിയ നന്ദി ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന പരിപാടി തുടങ്ങി വെച്ചതിൽ. അതിൽ ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ലെജൻഡറി റൈറ്റർ ആൻഡ് ഡയറക്ടറെ കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തിന്റെ ചരിത്രം പറയിച്ച ആ ചരിത്രം ആർക്കൈവ് ചെയ്തു വെച്ചു. ഒരു സെക്കൻഡ് പേഴ്സന്റെ ഇന്റർഫിയറൻസ് ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള എന്നെ പോലെയുള്ളവർക്കും ആ പരിപാടിക്ക് ശേഷം ഫാൻസ് ആയി പോയവരുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന്റെ കരിയർ ഹിസ്റ്ററി ഡോക്യുമെന്റ് ചെയ്ത് പറയിച്ച സഫാരി ചാനൽ. രാജാവിന്റെ മകൻ, ന്യൂഡൽഹി, നിറക്കൂട്ട്, സംഘം, കോട്ടയം കുഞ്ഞച്ചൻ, ഇത്തരത്തിലുള്ള ഡെന്നിസ് ജോസഫ് സാറിന്റെ ക്ലാസിക് സിനിമകൾ കാണുന്നതിന് മുന്നേ എന്റെ ഓർമ്മയിൽ ആസ് എ ചൈൽഡ് ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യമായി കണ്ട സിനിമയും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി അന്ന് കണ്ടിരുന്ന സിനിമയും മനുവങ്കളായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം മനുവങ്കൾ എന്ന് പറയുന്ന ഡെന്നിസ് ജോസഫ് സാർ ഡയറക്റ്റ് കൂടെ ചെയ്ത ആ സിനിമ കാണുമ്പോൾ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രോപ്പറായ അഡിക്വേറ്റ് എമൗണ്ടിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൂഫ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ എന്റർടൈനിങ് സിനിമയിലെ ഒരു നല്ല എലമെന്റ് തന്നെയാണ്. നീതാനെ എൻ പൊൻവസന്തം എന്ന സിനിമയിലെ എണ്ണെ താണ്ടി വരുവായാലെ അതേ സീൻ സന്താനത്തെ വെച്ച് ഗൗതം മേനോൻ റീമേക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ തമിഴിൽ ആദിക് രവിചന്ദ്രൻ ചെയ്യുന്ന പോലെ വിജയുടെ ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗ് അജിത്തിനെ കൊണ്ട് പറയിക്കുക. പക്ഷേ ഒരു സർപ്രൈസിംഗ് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഡെന്നിസ് ജോസഫ് സാർ അദ്ദേഹത്തിന്റെ മനുവങ്കളിൽ ഇതെല്ലാം ട്രൈ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് എന്നെ സൂപ്പർ ഹിറ്റ് സിനിമയായ രാജാവിന്റെ മകനിലെ പാട്ട് ലാലേട്ടനെ കൊണ്ട് വീണ്ടും പാടിക്കുക. പൂമാനമേ എന്നുള്ള പാട്ടിലെ ഒരു രാഗമേഘം താ എന്നുള്ള ലിറിക്കിന്റെ ലിറ്ററൽ മീനിങ് എടുത്ത് അതിന്റെ ജസ്റ്റർ കാണിക്കുന്ന ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ രാജാവിന്റെ മകൻ ഉൾപ്പെടെയുള്ള പല സിനിമകളും വേറെ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ഡബ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയും അവിടെയും അത് സൂപ്പർ ഹിറ്റ് സിനിമകൾ ആകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡെന്നിസ് ജോസഫ് സാറിന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വിക്കിപീഡിയയിലെ ഫിലിമോഗ്രാഫി ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഹി വാസ് വെരി വേഴ്സറ്റൈൽ. ആകാശദൂത് പോലെയുള്ള ഇമോഷണൽ ഡ്രാമ സിനിമകൾ, ഗാന്ധർവത്തിന്റെ സ്ക്രീൻ പ്ലേ പോലുള്ള റൊമാൻസ് ജോണർ സിനിമ, അദ്ദേഹത്തിന്റെ അക്കാലത്തെ പല സിനിമകളിലും ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഓഫ് ടെറൈനോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് മൂഡോ പെട്ടെന്ന് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് കളയും. സംഘത്തിൽ ഇന്റർവെല്ല് വരെ ദേവമാത കോളേജും അവിടുത്തെ പിള്ളേരും കുട്ടപ്പായും നാട്ടിലെ അടിപിടികളും ഒക്കെ ആയിട്ട് പോകുന്നു. ഇന്റർവെല്ല് കഴിയുമ്പോൾ ലൊക്കേഷൻ മാറി, ടെറൈൻ മാറി, മൂഡ് മാറി, ജോണർ മാറി. നമ്പർ 20 മെട്രാസും എല്ലാം ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ഒരു ത്രില്ലർ ജോണറിലേക്ക് പടം മാറുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് യാതൊരു ഒതന്റിസിറ്റിയും ഇല്ലാത്ത ഒരു ഫാൻ ബോയിയുടെ ബേസ്ലെസ് അനാലിസിസ് ആയിരിക്കും. നമ്മുടെ പല മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ചില സിനിമകളുണ്ട്. മണിരക്തത്തിന്റെ ദളപതിയിലെ സൂര്യയും ദേവയും, മഹാഭാരതത്തിലെ കർണനും ദുര്യോധനിൽ നിന്നുമാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്ന പോലെ നമ്മൾ ബൈബിളിലെ പുതിയ നിയമത്തിലേക്ക് വന്ന അതിന്റെ ഒരു ബേസ് ലെവൽ കഥ എന്ന് പറയുന്നത് കർത്താവ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, പിന്നെ മഗ്ദലേന എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടർ, ദേവാലയത്തിൽ ഇല്ലിസിറ്റ് കച്ചവടക്കാരെ ചാട്ടവാർ എടുത്ത് അടിച്ച് ഓടിക്കുന്ന കർത്താവ്, ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ കർത്താവിനെ ചതിക്കുന്നു, നാട്ടിലെ നിയമങ്ങൾക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിനെ പിടിച്ചു കെട്ടാനായി ഉത്തരവ് വരുന്നു. ഇനി നമ്മൾ നായർ സാബിലേക്ക് വന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ, മമ്മൂക്ക കുറച്ച് ശിഷ്യന്മാർ, അദ്ദേഹത്തിന് മഗ്ദലേന പോലത്തെ ഒരു ക്യാരക്ടർ, അദ്ദേഹം സ്നേഹിക്കുന്ന നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പെർപെട്രേറ്റേഴ്സ്, അവരെ തല്ലി ഓടിക്കുന്നത് പോലെയുള്ള ഒരു സീൻ, ഇദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ഇദ്ദേഹത്തെ ചതിക്കുന്നുണ്ട്, ഒരു ഇൻസിഡന്റിൽ പെട്ട് അയാളെ പിടിച്ചു കെട്ടാൻ ഉത്തരവ് വരുന്നു, അയാൾ വാണ്ടഡ് ലിസ്റ്റിൽ പെടുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ യാതൊരു ബേസും ഇല്ലാത്ത ഒരു ഫാൻ ബോയ് ഇന്റർപ്രിറ്റേഷൻ ഓർ അനാലിസിസ് ആയിരിക്കും ഇത്. സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കരിയർ സ്പാൻ ആയിരുന്നിട്ട് കൂടി ഡെന്നിസ് ജോസഫ് സാർ ഇന്നും ജീവിക്കുന്നു ആസ് വൺ ഓഫ് ദി ഗ്രേറ്റർ ദാൻ ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് മലയാളം സിനിമ ഹാസ് എവർ സീൻ.